നാട്ടിൽ തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. നായ്ക്കളുടെ വന്ധ്യകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ പുതിയ ഉത്തരവിൽ കുടുങ്ങിയിരിക്കുകയാണ് അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തിയിരുന്ന ABC പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇതുമൂലം എല്ലാ പ്രദേശത്തും തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമാകുന്നു. കഴിഞ്ഞ 2 വർഷമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതിക്കായി തുക നീക്കിവെക്കുന്നുണ്ടെങ്കിലും ABC നടപ്പിലാക്കുന്നില്ല. സർക്കാർ 2022 ഇറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം നായ്ക്കളുടെ വന്ധ്യീകരണം നടത്തണമെങ്കിൽ നായയൊന്നിന് 2000 രൂപ വരെ ചിലവാകും. പദ്ധതി നടപ്പാക്കാൻ പുതിയ ഉത്തരവ് പ്രകാരം മൃഗസംരക്ഷണ വകുപ്പിനാണ് നിർവഹണ ചുമതല. പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ 2022 ഇറക്കിയ ഉത്തരവ് പ്രകാരം ശീതീകരിച്ചതും അണുവിമുക്തമാക്കാൻ പറ്റിയ സാഹചര്യമുള്ളതുമായ അത്യാധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ വന്ധ്യീകരണ ശസ്ത്രക്രിയ കഴിഞ്ഞ് നിരീക്ഷണത്തിനായി കുറഞ്ഞത് 3 ദിവസമെങ്കിലും നായ്ക്കളെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, നായ്ക്കൾക്ക് നൽകാനായി നല്ല ആഹാരം, ശസ്ത്രക്രിയയ്ക്കായി വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, ഡോഗ് ക്യാച്ചർ അഥവാ പട്ടിപിടുത്തക്കാർ, ഇവർക്കൊക്കെ പ്രത്യേകം പരിശീലനം നേടിയിരിക്കണം തുടങ്ങി നായ്ക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പല നിർദ്ദേശങ്ങൾ ഉത്തരവിലുണ്ട്. അതുപോലെ ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം ക്രമീകരിക്കാൻ തക്കമുള്ള കെട്ടിടം പഞ്ചായത്ത് നിർമ്മിച്ചും നൽകണം. ഇത് ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തുകയും വേണം. ഈ സംവിധാനം നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്ക് പറ്റിയില്ലെങ്കിൽ സംവിധാനമുള്ള മറ്റു സ്ഥലങ്ങളിലെത്തിച്ച് വന്ധ്യീകരണം നടത്താനും ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവിറങ്ങി 3 വർഷമായിട്ടും കേരളത്തിൽ നാമമാത്രമായ പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ അഞ്ചാലുമൂട് പഞ്ചായത്തിൽ മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചത്. പെറവന്തൂർ പഞ്ചായത്തിലെ കുരിയോട്ടുമല സർക്കാർ സ്ഥലത്ത് ഇതിനുള്ള സംവിധാനം ഒരുക്കാൻ തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല. മുൻപൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളായാലും, തെരുവു നായ്ക്കളെ പിടികൂടി ഏതെങ്കിലും കേന്ദ്രത്തിലെത്തിച്ച് അവിടെ വന്ധ്യീകരണ ശസ്ത്രക്രിയ നടത്തി തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നായ്ക്കൾക്കുള്ള നിരീക്ഷണത്തിൽ പാർപ്പിച്ച ശേഷം നായ്ക്കളെ പിടികൂടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവിടുന്ന രീതിയായിരുന്നു. ഇത് ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ്. ചൂടുകാലം കൂടിയെത്തുമ്പോൾ ഇവർ അക്രമകാരികൾ ആകുന്നുണ്ട്. കൂട്ടത്തോടെ എത്തി മനുഷ്യരെ ഉപദ്രവിക്കുന്ന സ്ഥിതിയും കൂടുതലായിട്ടുണ്ട്. റോഡ് വക്കിൽ ക്രമാതീതമായി കാണുന്ന തെരുവു നായ്ക്കൾ വാഹനങ്ങളെത്തുമ്പോൾ കൂട്ടത്തോടെ എത്തി വാഹനയാത്രികർക്ക് വരെ ഭീഷണിയാകുന്നുണ്ട്. കൂടുതലും ഇരുചക്ര വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും കുട്ടികളുടെ പിറകെ പോയി ആക്രമിക്കുന്ന രീതിയും നായ്ക്കൾക്കുണ്ട്. പുതിയ സംവിധാനങ്ങൾ ഒരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്ധ്യീകരണം നടത്താൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. മനുഷ്യരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം.